എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് പുറത്തു വന്ന 2 ക്രിക്കറ്റ് അപ്ഡേറ്റ്സുകൾ ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ഋഷഭ് പന്തുമായി ബന്ധപ്പെട്ടതാണ്. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന താരം സുഖം പ്രാപിച്ചു വരികയാണ്. ഈ കഴിഞ്ഞ IPL താരലേലത്തിൽ ഡൽഹി ക്യാപ്റ്റൻസിനൊപ്പം ദുബായിൽ ഋഷഭ് പന്തും പങ്കെടുത്തപ്പോൾ താരം ആരോഗ്യം വീണ്ടെടുത്ത് ക്രിക്കറ്റിൽ സജീവമാകുന്നുവെന്ന പ്രതീക്ഷയിലായിരുന്നു ആരാധകർ ഉണ്ടായത്. അതിന് പിന്നാലെ വിക്കറ്റ് കീപ്പർ താരം നെറ്റ്സിൽ പരിശീലനം ആരംഭിച്ചതോടെ പന്ത് ഇത്തവണ IPLൽ DCയെ നയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. എന്നാൽ അപകടത്തിൽ നിന്നുമുണ്ടായ പരിക്കിൽ നിന്നും മുക്തനായ താരത്തിന്റെ കായികക്ഷമത മത്സരത്തിന് വേണ്ടി സജ്ജമായോ എന്ന് ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. ഈ ചോദ്യം DC ക്യാമ്പിലും ഡൽഹി ആരാധകരുടെ ഉള്ളിലും നിലനിൽക്കുന്നുണ്ട്. BCCIയിലെ ഉദ്യോഗസ്ഥർ തന്നെ ഇതിനെക്കുറിച്ചുള്ള ആശങ്ക പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഋഷഭ് പന്ത് ഉടൻ തന്നെ മടങ്ങിവരുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. അവസാനത്തെ അപ്ഡേറ്റ് ചെന്നൈ സൂപ്പർ കിങ്സുമായി ബന്ധപ്പെട്ടതാണ്. IPLലെ തന്നെ ഏറ്റവും മികച്ച ടീമാണ് ചെന്നൈ. മാത്രവുമല്ല നിലവിലെ ചാമ്പ്യന്മാരും ചെന്നൈ തന്നെയാണ്. തുടക്കകാലം മുതൽ തന്നെ ചെന്നൈയുടെ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണിയായിരുന്നു. ചെന്നൈക്ക് വേണ്ടി മികച്ച പ്രകടനമാണ് താരം കാഴ്ചവെച്ചിട്ടുള്ളതും. എന്നാൽ ഈ വരുന്ന IPL സീസൺ ധോണിയുടെ അവസാന സീസൺ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ സീസണോടുകൂടി IPLൽ നിന്ന് ധോണി വിരമിക്കും എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോഴിതാ CSK മാനേജ്മെന്റ് ഒരു വലിയ തീരുമാനം എടുത്തിരിക്കുകയാണ്. ധോണിയുടെ പ്രായം കണക്കിലെടുത്ത് ധോണിയെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റാൻ പോകുകയാണ്. അതുകൊണ്ട് തന്നെ ധോണിക്ക് കീഴിൽ ഇത്തവണ പുതിയ ക്യാപ്റ്റനെയാകും CSK കളത്തിൽ ഇറക്കുക. അത് മറ്റാരുമല്ല, ഇന്ത്യൻ ടീമിൽ കളിച്ച് പരിചയസമ്പന്നത്തുള്ള യുവതാരം ഋതുരാജ് ഗെയ്ക്വാദ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സീസണിൽ ഋതുരാജ് ആയിരിക്കും ചെന്നൈയെ നയിക്കുക. ഋതുവിന് സഹായത്തിനായി ഈ വർഷം ധോണിയും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ധോണിയുടെ കീഴിൽ ഋതുവിന് നല്ല ഒരു ക്യാപ്റ്റൻ ആയി മാറാനും സാധിക്കും. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.